പിള്ളേർ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല. വിളക്ക് കൊളുത്തി ആരും പലയുടെ കീഴിൽ വയ്ക്കാറില്ല, പീഠത്തിന്മേലാണ് വയ്ക്കുക. അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം ആ മുമ്പിൽ പ്രകാശിക്കട്ടെ. ഓരോ വിദ്യാലയവും ദൈവത്തിൻ്റെ അറിവിൻ്റെ വെളിച്ചമാണ്. ഓരോ വിദ്യാലയവും ദൈവം ജ്ഞാനപ്പകർന്നു തരുന്ന സ്ഥലമാണ്. അധ്യാപകർ ആ ജ്ഞാനത്തെ കൈമാറുന്നവരാണ്. അവർ ദൈവത്തിനു വേണ്ടി മറ്റുള്ളവരെ അക്ഷരം പഠിപ്പിക്കാനും ഭാഷ പഠിപ്പിക്കാനുമുള്ള ആത്മാർപ്പണം ദൈവത്തിന് ഏറ്റവും പ്രിയകരമാണ്. വിദ്യാർത്ഥിയുടെ കഠിനാധ്വാനമാണ്. വിദ്യാർത്ഥികളുടെ കഠിനാധ്വാനവും അധ്യാപകരുടെ വലിയ കഠിനാധ്വാനവും ഒന്നിച്ചു ചേരുമ്പോഴാണ് ഓരോ കുഞ്ഞും വലുതാവുക, വളരുക, ജ്ഞാനം സമ്പാദിക്കുക. മാതാപിതാക്കന്മാരും രക്ഷകർത്താക്കളും പീഡിയ അംഗങ്ങളും എല്ലാം ഒന്നിച്ചാണ് കൈകോർക്കുമ്പോൾ ഈ വിദ്യാലയത്തിന് ജീവനുണ്ടാകും. ആത്മാവിൻ്റെ ശക്തി സ്പന്ദനം ഇവിടെ പ്രതിധ്വനിക്കും. അത് കുഞ്ഞുങ്ങളിൽ ദൈവശക്തിയായിട്ടും മനുഷ്യ ത്യാഗമായിട്ടും എല്ലാം കടന്നു വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഈ വിദ്യാലയത്തിന് വേണ്ടി ദൈവത്തിൻ്റെ അറിവും മനുഷ്യരോടുള്ള സ്നേഹവും പഠിപ്പിക്കുന്ന ഈ വിദ്യാലയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അറിവിന്റെ ആരംഭം ദൈവമാകുന്നു. ആകയാൽ സത്യം അറിയുവാനും സത്യമായവ ശരിയായി ഗ്രഹിക്കുവാനും സത്യത്തിനും നീതിക്കും അനുസരണമായി ജീവിക്കുവാനും വേണ്ട കൃപാവരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ നല്ല അറിവും ശരിയായി ഗ്രഹിക്കുവാനും യഥാർത്ഥ ക്രിസ്തു സാക്ഷികളായി ജീവിക്കുവാനും സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. രക്ഷകനായ ക്രിസ്തുവിനെ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും ലോകത്തിന്റെയും മുൻപിൽ വളർന്നു വരുവാൻ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ വിദ്യാലയത്തിൽ പഠിക്കുവാനിടയാകുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും അവരുടെ അധ്യാപകരെ ആദരിച്ചും സ്നേഹിച്ചും അനുസരിച്ചും അറിവ് സമ്പാദനത്തിൽ അവരോട് ആത്മാർത്ഥമായി സഹകരിച്ച് മുന്നേറുവാൻ കൃപ നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ വിദ്യാലയത്തിൽ അധ്യാപക വൃത്തി സ്വീകരിക്കുന്നവരെല്ലാം അവരുടെ ബോധനത്തോടൊത്ത് ശിഷ്യഗണങ്ങളിൽ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുവാൻ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ വിദ്യാലയത്തെ
പണിയുവാൻ പണം കൊണ്ടും ധനം കൊണ്ടും ശ്രമം കൊണ്ടും സഹായിച്ച എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. അവരുടെ അധ്വാനവും അവരുടെ ബുദ്ധിമുട്ടുകളും എല്ലാം അങ്ങേക്ക് പ്രിയങ്കരമായ ബലിവസ്തുക്കളായി സ്വീകരിച്ച് അവരെല്ലാം അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ഇവിടെ പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകരെയും പഠിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിച്ച് അവിടുത്തെ സ്നേഹത്താലും ദൈവഭക്തിയിലും മനുഷ്യരുടെ ബഹുമാനത്തിലും ആദരവിലും അനുസരണത്തിലും അത് വളരുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങ് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥന കാരുണ്യപൂർവ്വം ശ്രമിക്കണമേ. വിദ്യാർത്ഥികളുടെ ശിക്ഷണത്തിനും വിജ്ഞാന പോഷണത്തിനും ശാസ്ത്രപുരോഗതിക്കുമായി ഈ വിദ്യാലയത്തെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ സ്ഥാപനത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ദൈവജ്ഞാനത്തിൻ്റെ പ്രബുദ്ധരായി ക്രിസ്തീയ ജീവിതമാർഗം പിന്തുടരുന്നതിനും ദിവ്യഗുരുവായ ക്രിസ്തുവിനെ പിൻചെല്ലുന്നതിനും അനുഗ്രഹമാകണമേ. അവിടുത്തെ നാമത്തിൽ യേശുവിന്റെ സാന്നിധ്യം ഈ ദേവാലയത്തിൽ ഉണ്ടാകട്ടെ. സർവശക്തനായ ദൈവം ഈ പുതിയ കെട്ടിടത്തെയും ദേവാലയ ഈ വിദ്യാഭ്യാസ അന്തരീക്ഷത്തെയും കലാലയത്തെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. സർവസ്വനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം ഉചിതമാകണമേ. ഞങ്ങളുടെ രാജ്യം വരണമേ. കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ സ്വസ്ഥീകർത്താവോടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ സ്വസ്ഥീകർത്താവോടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ സുസ്ഥീകർത്താവോടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. സുസ്ഥീകർത്താവോടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. സുസ്ഥീകർത്താവോടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പോയിക്കോട്ടെ. രൂപതയിൽ രണ്ടാമത്തെ സ്കൂളാണ് ഇങ്ങനെ ജലബം കാലത്തോട് പാടുന്നത്. അച്ഛനാണ്
ജോബി അച്ഛൻ ഞങ്ങൾ അതായത് പിതാവ് ഈ വാങ്ങിച്ചു കൊടുത്തത് വളരെ കുറച്ച് കാശാണ്. ബാക്കിയെല്ലാം ഇവിടെ തന്നെ കണ്ടെത്തി കുടുംബത്തിൽ ചില അവിടുത്തെ ആൾക്കാർ പണം. അപ്പൊ നല്ല ഒരു ചൈതന്യം ഈ പ്രദേശത്ത് ഇങ്ങനെ കാണുന്നതിൽ വലിയ സന്തോഷമുണ്ട്. പുസ്തകം മാത്രമല്ല വീടുകളും നമുക്ക് ഇല്ലാത്തവർക്ക് അങ്ങനെ കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഞാൻ ഇവിടുത്തെ കുട്ടികളോട് പറയാണ്, ചെട്ടിക്കാട്ടെ കുട്ടികള് ഒരു വീട് പണിത് കൊടുത്തു. നിങ്ങളെ പോലെ കുട്ടികള് മിഠായി പിടിക്കുന്ന കാശും 2-3 ഉടുപ്പും ചെരുപ്പ് മേടിക്കുന്ന കാശും കൂട്ടി വെച്ച് അവരെല്ലാവരും കൂടെ മാതാക്കന്മാരോട് പറഞ്ഞ് അവരിവിടെ സഹായിച്ച് രണ്ടാമത്തെ സ്കൂൾ വീട് പണിയാണ്. ഒരു വീട് പണിത് ഞാൻ പോയി വെഞ്ചരിച്ച്. അപ്പൊ കുട്ടികൾ എത്ര വീട് പണിതാലും ഞാൻ പോയി വെഞ്ചരിക്കാന്ന് പറഞ്ഞേക്കാം. അപ്പൊ നിങ്ങൾ അങ്ങനെ പണിതാൽ ഞാൻ വന്ന് വെഞ്ചരിക്കും. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അറിഞ്ഞത് എങ്ങനെയാണ്? പ്രിയമുള്ളവരെ, പെട്ടെന്ന് നന്ദിയുടെ ഒരു വാക്ക്. വളരെ സന്തോഷത്തിന്റെ ഒരു നിമിഷമാണ്. ദൈവത്തിന് നമ്മൾ നന്ദി അർപ്പിച്ചു. പിതാവ് സൂചിപ്പിച്ചതുപോലെ വെറും 3 മാസം കൊണ്ട് നമുക്ക് ഇത് പൂർത്തീകരിക്കാൻ സാധിച്ചു. പിതാവ് സഹായിച്ചു. കാരണം പിതാവിന്റെ ആ വലിയ വാക്കിലാണ് നമ്മളിത് ആരംഭിച്ചത്. അതിനുശേഷം ഒത്തിരി ആളുകൾ നല്ല മനസ്സോടുകൂടി ഇവിടെയുള്ളത് പുറത്തുള്ളത്, അതുപോലെ തന്നെ ഇവിടെ പഠിച്ച് പല സ്ഥലങ്ങളിൽ ജോലിക്ക് പോയിരിക്കുന്നവരൊക്കെ അതിനുവേണ്ടി അക്ഷീണം പ്രയത്നിച്ചു. അവരുടെ ധനം കൊണ്ടും ശ്രമം കൊണ്ടുമുള്ള സഹായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ ഈ സമയം നന്ദിയോടെ ഓർക്കുന്നു. ഏറ്റവും ആദ്യം അഭിവന്യ പിതാവിന് നന്ദി പറയുന്നു. കാരണം പിതാവ് നാളെ കഴിഞ്ഞ് വിദേശത്ത് പോവുകയാണ്. പോകുന്നതിന്റെ ഒരു ദിവസം മുൻപ് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇന്ന് പിതാവിന് 5 പരിപാടി ഉണ്ടായിരുന്നു. 5 പരിപാടി കഴിഞ്ഞിട്ടാണ് പിതാവ് ഇവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് കുർബാന ചെല്ലാനായിട്ട് പിതാവിന് എത്താൻ സാധിക്കാതെ പോയത്. നേരത്തെ തന്നെ എത്തി. നമ്മളാണ് അല്പം കുർബാന നീട്ടിപ്പിടിച്ചത്. പിതാവ് ഇന്ന് എത്തിക്കോട്ടെ എന്ന് കരുതി. പക്ഷെ പിതാവ് നേരത്തെ തന്നെ എത്തി. മിസ്റ്റേക്കാണ്, സോറി. അപ്പോൾ എന്തായാലും അഭിവന്യ പിതാവ് സമയത്ത് തന്നെ എത്തി. ഇന്ന് ഈ സന്തോഷം നിറഞ്ഞ ഈ ദിനം ഏറ്റവും ധന്യമാക്കാൻ നമ്മുടെ വിദ്യാലയത്തിന്റെ കെട്ടിടം ആശീർവദിക്കാൻ പിതാവ് കാണിച്ച വലിയ മനസ്സിന് എല്ലാവരുടെയും പേരിൽ, ഈ പ്രദേശത്തിന്റെ മൊത്തം കടൽവാതിരത്ത് ഗോതിരത്ത് നിവാസികളുടെ എല്ലാവരുടെയും പേരിലുള്ള ഏറ്റവും വലിയ നന്ദി ഏറ്റവും കൃത്യമായി നമുക്കൊന്ന് കൈയടിച്ച് പിതാവിന് സമയം കുറച്ച് പറയും, നേരത്തെ വരണമെന്നൊക്കെ പറയും. പക്ഷേ കുറെ കഴിയാൻ തുടങ്ങുള്ളൂ. അപ്പൊ ആൾക്കാർ വിചാരിക്കണതാണ് ആ പിതാവിന് ഒരു ഇതുമില്ല, സമയത്ത് വരില്ല. പണ്ട് നമ്മളെ 3 മണിക്ക് നമസ്കാരം എന്ന് പറഞ്ഞിട്ട് 4 മണിക്ക് നടത്തുള്ളൂ. അത് വാച്ചില്ല. ഇപ്പൊ കാലമൊക്കെ പോയി. എല്ലാവരുടെ കൈകളിൽ വാച്ച് നോക്കണം. വേണ്ടത് ഇവിടെ പോയി കിടക്കണം ഞങ്ങളുടെ സമയം പറഞ്ഞിട്ട്. അപ്പൊ എല്ലാവരും കൃത്യസമയം പാലിക്കണം. എല്ലാത്തിനും പള്ളിയിൽ വരാനും. ചിലർ കുർബാന തുടങ്ങി വന്നുകൊണ്ടേയിരിക്കും. ചിലർക്ക് ആശീർവാദം അച്ഛൻ കൊടുക്കുന്നത് ബുദ്ധിമുട്ടാണ്. എന്താണ് ആശീർവാദം കൊടുക്കുന്നതിനും അവരുടെ തെറ്റ് പോകും. അപ്പൊ ആശ്രമിക്കാൻ പൊതുവെ ആശീർവാദം കൊടുക്കും. നിങ്ങൾ അങ്ങനെയൊന്നും അല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ചിലടത്തൊക്കെ ഞാൻ കണ്ടു പറഞ്ഞു. ഓക്കെ. പ്രിയമുള്ളവരെ, നമ്മുടെ ജനറൽ മാനേജർ ജോഷി അച്ഛൻ നമ്മുടെ ഒപ്പമുണ്ട്. അച്ഛൻ വന്നപ്പോൾ തുടങ്ങി പറയുന്നതാണ് സ്കൂളിന്റെ അവസ്ഥ ഭയങ്കര പരിതാപകരമാണ്. അത് പൂർത്തീകരിച്ചില്ലെങ്കിൽ, പെട്ടെന്ന് പണിതില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. എപ്പോഴും അച്ഛനെ കാണുമ്പോൾ ഒരു ഞെട്ടലാണ് അച്ഛൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏതായാലും അച്ഛൻ വളരെ സന്തോഷപൂർവ്വം നമ്മോട് പറഞ്ഞു. അതുപോലെ തന്നെ അച്ഛന്റെ ഒരു ചെറിയ സഹായവും നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. അച്ഛന് എല്ലാവരുടെയും പേരിൽ ഏറ്റവും കൃത്യമായി നമുക്ക് നന്ദി അർപ്പിക്കാം. നമ്മുടെ കയ്യിൽ അതുപോലെ നമ്മുടെ കൂടെയുള്ള അച്ഛന്മാര്, പ്രിൻസ് അച്ഛൻ ഇന്ന് നമ്മോട് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച പ്രിൻസ് OSK അച്ഛൻ, അതുപോലെ നമ്മുടെ ഇടവകാരനായ അച്ഛൻ, നമ്മുടെ ആൻഡസ് അച്ഛൻ എപ്പോഴും നമ്മോട് കൂടെയുള്ളതാണ്. അച്ഛനെയും ഏറ്റവും കൃത്യമായി നന്ദിയോടെ ഓർക്കുകയാണ്. പിന്നെ പ്രിയമുള്ളവരെ, ഏറ്റവും ഇതിനുവേണ്ടി വളരെ അക്ഷീണം പ്രയത്നിച്ച പ്രത്യേകിച്ച് നമ്മുടെ എഞ്ചിനീയറായ ഫ്രാൻസിസ് ഏട്ടൻ ഒന്ന് കടന്നു വരിക. കാരണം വളരെ സന്തോഷത്തോടു കൂടിയാണ്, പിതാവിന്റെ വളരെ ഒരു സുഹൃത്താണ് ഫ്രാൻസിസ് ഏട്ടൻ, നമ്മോടൊക്കെ വളരെ അടുപ്പത്തിൽ. കാരണം
പള്ളിയോടൊക്കെ എന്ത് കാര്യത്തിന് സഹകരിക്കുന്നതിന് ഇതിനുവേണ്ടി എല്ലാ എഞ്ചിനീയറിംഗ് വർക്കുകൾക്കും നേതൃത്വം വഹിച്ചത് ഫ്രാൻസിസ് ചേട്ടനും അതുപോലെ നമ്മുടെ ജൂഡ് പണിക്കശ്ശേരിയുമാണ്. രണ്ടുപേരുടെയും ശക്തിയാണ് ഇതിന്റെ മുഴുവൻ മേൽനോട്ടവും വഹിച്ചത്. അത് പഴയ കരുത്തും അതുപോലെ പുതിയ ഊർജവും, അതാണ് ഞങ്ങൾ എപ്പോഴും പേരിട്ട് വിളിക്കാറ്. ഫ്രാൻസിസ് ചേട്ടൻ പഴയ കരുത്താണ്, അതുപോലെ ജൂഡ് പുതിയ ഊർജമാണ്. ഇത് രണ്ടും ചേർന്നാണ് ഇത് ഇത്ര ഭംഗിയാക്കാൻ വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകിയത്. ഇവരെ രണ്ടുപേരെയും ഏറ്റവും കൃത്യമായി നന്ദിയോടെ ഓർക്കുകയാണ്. പ്രിയമുള്ളവരെ, പിതാവിന് ഒരു സമ്മാനം കൊടുക്കാൻ എല്ലാവരുടെയും നാമത്തിൽ പിതാവിനൊരു സമ്മാനം കൊടുക്കുകയാണ്. ഇത് ഒരു പ്രത്യേക ഇനം, ഇതുവരെ കേരളത്തിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന ഒരു വെണ്ടത്തൈ വിത്താണ്. അത് വെണ്ടക്കായാണ്. ഇതിനെ ആനക്കൊമ്പൻ വെണ്ടക്കായ എന്നാണ് പറയുന്നത്. പിതാവ് വളരെ കൃഷിയിൽ താല്പര്യമുള്ളതാണ്. ഇന്നേ ദിനം നമ്മളുടെ തന്നെ ഗോതിരത്തിൽ ഒരു വീട്ടിൽ ഞങ്ങൾ ഇന്ന് ചെന്നപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ്. ഇപ്പോൾ പിതാവിന് എന്ത് സമ്മാനം കൊടുക്കണം? സാധാരണ പിതാവിന് ബൊക്കയോ പൂവൊന്നും പിതാവിന് ഇഷ്ടമല്ല. പിതാവ് പറയും, ഈ സാരി ആണെങ്കിൽ ഒരെണ്ണം പുതപ്പിച്ചോ, കാരണം അത് ആർക്കെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുക്കാമെന്ന് പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, പിതാവ് വിത്ത്, ഈ ആനക്കൊമ്പൻ വെണ്ടക്കായുടെ വിത്ത് പിതാവിന് ഞങ്ങൾക്ക് നൽകാനുള്ള വലിയ സന്തോഷമാണത്. അത് പിതാവിന് എല്ലാവരുടെയും നാമത്തിൽ ഏറ്റവും കൃത്യമായി ഞങ്ങളുടെ സന്തോഷത്തിന്റെ പേരിൽ ഇത് പിതാവിന് സമർപ്പിക്കുന്നു. പിന്നെ നമ്മുടെ ഈ എറണാകുളത്ത് നിന്ന് നമുക്ക് വേണ്ടി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇങ്ങനെ ഒരു ആശയം വെച്ചപ്പോൾ തന്നെ ആദ്യമായിട്ട് ഞങ്ങൾ പോയത് ജോൺസനേട്ടനും അതുപോലെ ഷാഹിദ് സാറും ഞാനും ആദ്യമായിട്ട് പോയത് ഏണസ്റ്റ് ചേട്ടന്റെ അടുത്താണ്. ഏണസ്റ്റ് ചേട്ടൻ വളരെ സന്തോഷത്തോടെ പറഞ്ഞു, അച്ഛൻ ഞാൻ അച്ഛനെ ഒന്ന് കാണാം. വലിയ ഒരു തുക ഏണസ്റ്റ് ചേട്ടൻ തന്നു. എല്ലാവരുടെയും നാമത്തിൽ ഏണസ്റ്റ് ചേട്ടനെ പ്രത്യേകം നന്ദി. കാരണം ഏണസ്റ്റ് ചേട്ടനാണ് അതിനുവേണ്ട തുടക്കം കുറിച്ചത്. വളരെ സന്തോഷത്തോടു കൂടി, കാരണം ഏണസ്റ്റ് ചേട്ടന്റെ അപ്പച്ചൻ ഇവിടെ പഠിപ്പിച്ചതാണ്, നമുക്കൊക്കെ അറിയാവുന്നതാണ്. ആ ഒരു ഓർമ്മ നിലനിർത്താൻ വേണ്ടി, അതിനുവേണ്ടി അക്ഷീണം എല്ലാ ദിവസവും വിളിക്കും, എന്തായി അതിന്റെ പണി, എന്തോയി അച്ചോ, പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ വളരെ ഒരു വലിയ സന്തോഷം ഞങ്ങൾക്ക് പ്രചോദനമായിരുന്നു. ഏണസ്റ്റ് ചേട്ടന് എല്ലാവരുടെയും പേരിൽ ഏറ്റവും കൃത്യമായി നന്ദി അർപ്പിക്കുന്നു. പിന്നെ പ്രിയമുള്ളവരെ, നമ്മുടെ മറ്റുള്ള എല്ലാവരെയും ഞാൻ, നമ്മുടെ പാരിഷ് കൗൺസിൽ സെക്രട്ടറി ഷെല്ലി ചേട്ടനുണ്ട്, അതുപോലെ വൈസ് പ്രസിഡന്റ് നമ്മുടെ ചിന്നപ്പ സാറിനെ പറ്റി ഓർക്കുമ്പോൾ എല്ലാ ദിവസവും ഇവിടെ വന്ന് രാവിലെ 7 മണിക്ക് വന്ന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് ചിന്നപ്പ സാറാണ്. സാറിന്റെ കണ്ണ് നിറയുന്നുണ്ട്, കാരണം അത്രയേറെ സാറിന് ഇത് വളരെ സന്തോഷത്തിന്റെ, സാറിന് ഒരു നിമിഷം ഇങ്ങോട്ട് കൊണ്ടുവരിക. കാരണം വളരെ ഒരു മക്കളെ പരിചരിക്കുന്ന പോലെ ഓരോ ദിവസവും വന്ന് ഇവിടെ പുല്ല് ചെത്തുന്നതിന്, അല്ലെങ്കിൽ ഇവിടെ ഓരോ തനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ പറയും, സാറേ അധികം പണിയെടുക്കേണ്ട, കഴിയണവരെ ഞങ്ങൾക്ക് വേണമെന്ന് പറയും. കാരണം എന്തെങ്കിലും രോഗം വരരുത്, സാറ് ഞങ്ങളോട് കൂടെ എന്നും ഉണ്ടാവണമെന്നുള്ള ഒരു സന്തോഷമാണ്. അതിനുവേണ്ടി നമ്മളോട് സഹകരിച്ച എല്ലാ ദിവസവും ഇവിടെ വന്ന് രാത്രി 11 മണിക്കാണ് ഇവിടെ നിന്ന് പോകുന്നത്. ഈ പ്രായത്തിലും നമ്മോടൊപ്പമായിരിക്കുന്ന സാറിന്റെ കണ്ണു നിറയുകയാണ്, സന്തോഷത്തിന്റെ കണ്ണുനീരാണ്. നമുക്ക് എല്ലാവർക്കും സാറിനെ ഏറ്റവും ഹൃദ്യമായി നന്ദിയോടെ സഹകരിക്കാം. അതുപോലെ നമ്മുടെ സ്കൂളിന്റെ ടീച്ചർമാരുണ്ട്. ഷേലി ടീച്ചറിന്റെ നേതൃത്വത്തിലുള്ള വലിയ 4 ടീച്ചർമാര്, അവര് മുൻപിലേക്ക് വരിക. അവരെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുകയാണ്. കാരണം അവരുടെ വലിയൊരു സ്വപ്നമാണ് ഒരു സ്കൂൾ കെട്ടിടം ഉണ്ടാവുക, അതിനുവേണ്ടി പരിശ്രമിക്കാൻ സാധിക്കുക. അതൊക്കെ ഇന്ന് പൂർത്തീകരിക്കപ്പെടുകയാണ്. ഒത്തിരിയേറെ അവർ ബുദ്ധിമുട്ടിയിട്ടുണ്ട്, അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും പേരിൽ, അതുപോലെ എനിക്ക് മുൻപ് ഇവിടെ പഠിപ്പിച്ചു പോയ ഒത്തിരി അധ്യാപകർ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. അവരെയൊക്കെ ഓർക്കുന്നു. എല്ലാവരെയും, പ്രത്യേകിച്ച് ഷേൽ ടീച്ചറിനെയും ഷേൽ ടീച്ചറിന്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ 4 ടീച്ചർമാരെയും ഏറ്റവും കൃത്യമായി നന്ദിയോടെ ഓർക്കുന്നു. പ്രിയമുള്ളവരെ, ഇനി ആരെയും പേരെടുത്ത് പറയുന്നില്ല. നമ്മളെല്ലാവരുമാണ് ഇതിനുവേണ്ടി അക്ഷീണം പ്രയത്നിച്ചത്. ആ ഒരു കൂട്ടായ്മയാണ് ഇവിടെ മുഴുവൻ ഇന്ന് ഇതിനെ ഏറ്റവും, കാരണം രാവിലെ തുടങ്ങി പൊരിഞ്ഞ മഴയായിരുന്നു. പക്ഷേ ഈ സമയം അത് തുറന്ന് നമുക്ക് വേണ്ടി നല്ല കാലാവസ്ഥ, നല്ല അനുഗ്രഹം ഒക്കെ വിശുദ്ധ കുരിശ് ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുകയാണ്. ഈ ദിനത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയേരിയിൽ ഒരിക്കൽ കൂടി നന്ദിയോട് ഓർക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരെയും പ്രത്യേകം നന്ദിയോടെ ഓർത്തുകൊണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ചുറ്റുപാടുമുള്ള, അതിന് 2-3 പേരെ ഓർക്കുകയാണ്. പിതാവ് സൂചിപ്പിച്ചതാണ്, നമ്മുടെ ഇത് ഒരു കൂട്ടായ്മയുടെ വിഷയമെന്ന് ഞാൻ പറഞ്ഞു. അതിലെ ജാതിയില്ല, മതമില്ല. പ്രത്യേകിച്ച് നമ്മുടെ ബാബുചേട്ടൻ, അതുപോലെ ബോസേട്ടൻ, ഉണ്ണി, ഇവരൊക്കെ എന്താണ് ഇതിനു വേണ്ടി ചെയ്തതെന്ന് പറയാൻ പറ്റില്ല. കാരണം ഓരോ ദിവസവും ബാബുചേട്ടനൊക്കെ ജോലിക്ക് തന്നെ പോയിട്ട്
ഒരു 2-3 ആഴ്ചയായി. ഇനി ഇത് കഴിഞ്ഞിട്ട് അച്ചു പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് രാവിലെ തന്നെ നമുക്കറിയാം അത്രയേറെ ബുദ്ധിമുട്ടുന്നുണ്ട് എല്ലാവരെയും. പ്രത്യേകിച്ച് നമ്മുടെ ജോൺസൺ ചേട്ടൻ കൈയൊടിഞ്ഞ് ഇരിക്കുകയാണ്. പക്ഷേ അതൊക്കെ മാറ്റിവെച്ച് അതുപോലും ഇതിനു വേണ്ടിയാണ് എനിക്കിങ്ങനെ സംഭവിച്ചത് എന്നാണ് സാറ് പറയാറ്, അല്ലെങ്കിൽ ജോൺസൺ ചേട്ടൻ പറയാറ്. കാരണം അതുപോലെ അനുഗ്രഹമായി ഇവിടെ എന്റെ സാന്നിധ്യം മുഴുവനുണ്ട് എന്നുള്ള ചിന്തയിൽ അതുപോലെ സഹായിച്ച പേരെടുത്ത് പറയുന്നതിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ദൈവം വിശുദ്ധ കുരിശ് നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവ് വേണ്ടി നമുക്ക് നല്ലൊരു കയ്യടി പാസ്സാക്കാം. 57 വർഷത്തിന് മുമ്പ് നമ്മുടെ തലപ്പള്ളി അന്നത്തെ വികാരി, നമുക്കറിയാൻ പാടില്ല, ആച്ചൻ പോയി. ആച്ചൻ ഇപ്പോഴത്തെ വികാരി ജോയി അച്ഛൻ വേണ്ടി നമുക്ക് നല്ലൊരു കയ്യടി. വെരി ഗുഡ്. ഒരു ചായയും ലഘുഭക്ഷണവും ഒരുക്കിയിട്ടുണ്ട്. അത് കഴിച്ചിട്ടായിരിക്കണം ഇതൊക്കെ കണ്ട് എല്ലാവരും പോകേണ്ടത്. കാണുന്നു. നമസ്കാരം. നാളെ ഞാൻ രാത്രി ഒന്നുകൊണ്ട് നോക്കുന്നുണ്ടോ? ആ डाल टीचरों को नम्बर കൈമുത്താനോട് വിധാനം പറയണ്ടേ?